നമസ്കാരം. നമുക്കറിയാം ടാറ്റ പഞ്ച് വൺ ഓഫ് ദ സക്സസ്ഫുൾ EVs ഇൻ ദ കൺട്രി. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒരു മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. 25 kWh ബാറ്ററി പാക്കും 35 kWh ബാറ്ററി പാക്കുമായിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ടാറ്റ പഞ്ചിൻ്റെ ICE വേർഷൻ്റെ ഒരു അപ്ഡേഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഇപ്പോൾ 2026 ഫെബ്രുവരി 20 ടാറ്റ പഞ്ചിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. എന്താണ് എക്സൈറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ബിഗ് SUVs അതായത് മഹീന്ദ്ര BE6, XEV9e, അതുമാത്രമല്ല ടാറ്റ ഹാരിയർ .EV എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും മറ്റൊരു മെട്രോപൊളിറ്റൻ സിറ്റി വരെ എത്താനുള്ള കേപ്പബിലിറ്റി ഉള്ള ബാറ്ററി പാക്കാണ് ആ വാഹനങ്ങളിലുള്ളത്. അതായത് 500 കിലോമീറ്റർ ഈസി ആയിട്ട് കവർ ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്. അത് ആക്ച്വൽ റേഞ്ചാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ടാറ്റ പഞ്ച് എന്ന് പറയുന്ന മൈക്രോ SUVയെക്കുറിച്ച് നമുക്ക് അത്തരത്തിലുള്ള ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിലവിലുള്ള ബാറ്ററി പാക്ക് 25 kWh ബാറ്ററി പാക്കും 35 kWh ബാറ്ററി പാക്കുമാണ്. അതിനെ എന്തെങ്കിലും ഒരു രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ട് ബാറ്ററി പാക്കിൻ്റെ വലിപ്പം കൂട്ടാതെ തന്നെ സോഫ്റ്റ്വെയർ എൻഹാൻസ്മെൻറ്റിലൂടെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് റീസെൻ്റ്ലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വെളിയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാലും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ മാർക്കറ്റിൽ അവർക്കുള്ളൊരു വിശ്വാസ്യത ഇല്ലാതാകും. ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞാൻ സംസാരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ടാറ്റ പഞ്ച് EV സിംഗിൾ ചാർജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ്. 500 കിലോമീറ്ററിന് മുകളിലാണ് ഒരു സിംഗിൾ ചാർജിൽ ഈ ഒരു വാഹനം സഞ്ചരിച്ചത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 68 Wh പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിൽ നിന്നും ഊർജം അവർ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം കുറച്ചുകൂടി റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തെ ടാറ്റ പഞ്ചിനെ ഒരു പ്രൈമറി വാഹനമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി വാഹനമാണെങ്കിൽ പോലും ഇലക്ട്രിക് കാറുകൾക്ക് അത്യാവശ്യം റേഞ്ച് വേണം. ആ ഒരു കാഴ്ചപ്പാടിൽ റേഞ്ച് ഇല്ലായ്മ കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന്, അതായത് ആക്ച്വൽ റേഞ്ച് കുറവാണ് എന്നൊരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തെ മാറ്റി നിർത്തിയ ആളുകൾ ഇനി ഈ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സിറ്റി മുതൽ, അതായത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ മുതൽ ഉദയ്പൂർ വരെ ഏകദേശം 400 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അത് ഒറ്റ സിംഗിൾ ചാർജിൽ, ഒറ്റ സിംഗിൾ ചാർജ് എന്ന് പറയാൻ പറ്റില്ല, സിംഗിൾ ചാർജിൽ തന്നെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാറ്റ പഞ്ച് .EV ആയിട്ടൊന്ന് ട്രൈ ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി പറയുന്നുണ്ട് ഇതിൻ്റെ ബാറ്ററി പാക്ക് എത്രയാണെന്ന് അറിയില്ല എന്നുള്ളത്. അതായത് കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70 km/h സ്പീഡിലാണ് ഈ ഒരു വാഹനം സഞ്ചരിച്ചത്. ഹൈവേയിലൂടെയാണ് സഞ്ചരിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹൈവേയിലൂടെ കിട്ടുന്ന ഒരു റേഞ്ച് എന്നുള്ള രീതിക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ ഒരു വാഹനം ഓടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടാകുക. ഇലക്ട്രിക് കാർ ഓടിക്കുന്ന ഒരു ശൈലിക്ക് തന്നെ ഓടിച്ചാൽ മാത്രമാണ് മാക്സിമം റേഞ്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ അദ്ദേഹം കീപ്പ് ചെയ്ത ഒരു വാട്ട് എന്ന് പറയുന്നത് 68 Wh പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്ക്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം രാജസ്ഥാൻ ബോർഡർ കഴിഞ്ഞ് ഗുജറാത്ത് ബോർഡർ വരെ എത്തി എന്നുള്ളതാണ്. അതായത് ഇന്റർ സിറ്റി അല്ല, ഇന്റർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള രീതിക്ക് ഇതിനെ കാണേണ്ട കാര്യമുണ്ട്. അത് മാത്രമല്ല ഇന്റർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റ ചാർജിൽ ഈ ഒരു വാഹനം മാക്സിമം എത്തിയത് 593.6 കിലോമീറ്ററാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററി പാക്ക് എൻഹാൻസ് ചെയ്തു എന്നുള്ളതാണ്. 25 kWh ബാറ്ററി പാക്കും 35 kWh ബാറ്ററി പാക്കും നിലവിലുണ്ടെങ്കിൽ ഈ ചെറിയ കാറിനകത്ത് ബാറ്ററി പാക്കിൻ്റെ സൈസ് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ഒരു 40 kWh ബാറ്ററി പാക്കോ അല്ലെങ്കിൽ ഒരു 42 43 kWh ബാറ്ററി പാക്കിലേക്കൊക്കെ ഇതിനെ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ ഈ ഒരു സൈസിൽ ഇത് എത്രത്തോളം ആണെന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റൈലിങ്ങിലോ എക്സ്റ്റീരിയറിലെ ഡിഫറൻസിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. ബാറ്ററി പാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിലെ എൻഹാൻസ്മെൻറ്റ്, റേഞ്ച് എത്രത്തോളം കൂടി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 50% ബാറ്ററി ചാർജ് യൂസ് ചെയ്തപ്പോൾ തന്നെ 277 കിലോമീറ്ററിന് മുകളിൽ അവർക്ക് ഡ്രൈവ് ചെയ്ത് നേടാൻ കഴിഞ്ഞു. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 277 ആണ്. 50% ചാർജ് ഉപയോഗിച്ചപ്പോൾ തന്നെ 277 അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈവേയിലാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല KWh ഒക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വാഹനം ഓടിച്ചത്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യസന്ധമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളെ എന്നും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് 400 കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഗോള് 34% സ്റ്റേറ്റ് ഓഫ് ചാർജ് SOC നിൽക്കുമ്പോൾ, അതായത് 66% ബാറ്ററി കൺസ്യൂം ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് കൺസ്യൂം ചെയ്തപ്പോൾ
തന്നെ ഈ 400 കിലോമീറ്റർ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ടോട്ടലി ഈ ഒരു വാഹനം ഓടിയത് 593.3 കിലോമീറ്ററാണ്. അതായത് രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റും കടന്ന് ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കടന്ന് ഒറ്റ ചാർജിൽ, അതായത് 100 to 0 എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തപ്പോൾ ഈ ഒരു വാഹനം അച്ചീവ് ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത് 593.3 കിലോമീറ്ററാണ്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഹൈവേയിൽ കിട്ടിയൊരു റേഞ്ചാണ്. കൃത്യമായിട്ടുള്ള SOC ഒക്കെ നോക്കി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് അവർ പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്കുള്ള ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ആക്സിലറേഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ആവറേജ് ഒരു 70 km/h വേഗതയിലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് അവർ നേടിയെടുത്തത് എന്നാണ് ഇപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനത്തിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയാണ് ചെറിയൊരു വാഹനമാണ്. 35 kWh ബാറ്ററി പാക്കിൽ നിന്നും 45ലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. തീർച്ചയായിട്ടും 35 kWh ബാറ്ററി പാക്കിന് മുകളിലായിരിക്കും ഇനി വരാൻ പോകുന്ന ബാറ്ററി പാക്ക്. ഇത് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹൈവേയിൽ കിട്ടിയ റേഞ്ച് 593 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500-ന് മുകളിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്ററിന് മുകളിൽ ഈ ഒരു വാഹനത്തിന് റേഞ്ച് ലഭിക്കുകയാണെന്ന് ആക്ച്വലായിട്ട് നമുക്ക് ഒരു 450-ന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. കാരണം കേരളത്തിൻ്റെ മധ്യ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ, അതായത് എറണാകുളത്തൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ രണ്ടറ്റത്തേക്കും പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയും. ഒരു സൈഡിലേക്ക് ചെന്ന് പിന്നെ ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരേണ്ടി വരും. ഇത്തരത്തിലൊരു കാര്യം ഇനി വേണ്ടി വരില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ റേഞ്ചിലൊരു എൻഹാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും നല്ല രീതിക്ക് മനസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഫെബ്രുവരി 20 അറിയാൻ കഴിയുന്നു. അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ഈ ഒരു വാഹനത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ, ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.